ഹലോ, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ ഇതാ രാവിലെ തന്നെ കപ്പയാണ് കേട്ടോ. രാവിലെ അല്ല, ഒരു 10-11 മണിയൊക്കെ ആയിട്ടോ. അത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലത്തെ ചായപ്പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ അച്ഛനും മോളും കൂടെ പോയിട്ട് കുഞ്ഞാപ്പും ചാണും കൂടെ കേട്ടോ ടൗണിൽ പോയാൽ അച്ഛനും മക്കളും കൂടെ കടയിൽ പോയി ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ലേശം കപ്പയും മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ. അന്നേരം നല്ല വെയിലുണ്ട് കേട്ടോ. ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും നമ്മളെ വീട്ടിൻ്റെ ഇങ്ങ് എത്തി വെയിൽ. ഇത് നമ്മളെ മുന്നത്തെ ആ ഷീറ്റൊക്കെ അന്ന് മഴ പെയ്തെല്ലാം പൊളിഞ്ഞാടി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായില്ലേ. അന്നേരം ഇപ്പോൾ അവിടെ ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് വെയിൽ വേഗം നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ എത്തും കേട്ടോ. ഷീറ്റൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ കെട്ടണം. അന്നേരം ഞായറാഴ്ച ചാണ് ലീവ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇന്ന് കെട്ടാൻ വിചാരിച്ചത്. നോക്കുമ്പോൾ മൂപ്പർക്ക് നല്ല തലവേദനയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വൈകുന്നേരമാണ് ഷീറ്റ് കെട്ടാമെന്ന് വിചാരിച്ചത്. പിന്നെ ഷീറ്റ് കെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 9:30 മണിയായി കേട്ടോ. പിന്നെ വീഡിയോ അതിൻ്റെ ഇടയിൽ അപ്ലോഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോ നാളെ ഇടാം കേട്ടോ. അന്നേരം ഇന്ന് ചൂത മീനാണ് കേട്ടോ വാങ്ങിയത്. അന്നേരം ചൂത മീനിൻ്റെ കറിയും കപ്പപ്പുഴുക്കുമാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ച. അന്നേരം കുഞ്ഞാപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെരുപ്പിടുക അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അന്നേരം എൻ്റെ കാതിലും കഴുത്തിലൊന്നും കാണാത്തതുകൊണ്ടൊന്നും വിചാരിക്കണ്ട. വീട്ടിൽ മിക്ക സമയങ്ങളിലും ഞാൻ ഈ ഒരു കോലത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ. വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമേ കാതിലും കഴുത്തിലൊക്കെ ഇട്ടിട്ട് നടക്കലുള്ളൂ. അതുകൊണ്ട് എൻ്റെ കോലം കണ്ടിട്ട് ആരും പേടിച്ചോടാം. അന്നേരം കപ്പയൊക്കെ പൊളിച്ച് ഞുറുക്കിയെടുത്തിട്ടുണ്ട്. അന്നേരം ഇതൊക്കെ ഒന്ന് കഴുകി അടുപ്പത്ത് വെക്കണം. ചോറും കായിട്ടുണ്ട്, വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ച് കുടിക്കാൻ. അന്നേരം അടുപ്പിൽ കനലുണ്ട് കേട്ടോ. അന്നേരം അവിടെ തന്നെ തീ കൂട്ടിയിട്ട് വേഗം ഇത് അടുപ്പത്തങ്ങ് വെക്കാം. മീൻകറി ഗ്യാസിലും വെക്കാമെന്ന് വിചാരിച്ചു. അന്നേരം മീൻകറി വെക്കാൻ ഈ കുടംപുളി ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാനിന്ന് മാങ്ങിയിട്ടിട്ടാണ് മീൻകറി വെക്കുന്നത്. ചൂതമീൻ ഞാനിങ്ങനെ മാങ്ങിയിട്ടിട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊന്നും കറി ഇതുവരെ വെച്ചിട്ടില്ല. ഞാൻ പുളിയും മുളക് ഇടുകയാണ് ചേട്ടാ. അധികം തക്കാളി ഉള്ളിയും പോലും ഞാനങ്ങനെ ഇടില്ല. ചൂതമീൻ വെക്കുമ്പോൾ വെറുതെ പുളിയും മുളക് ഇട്ട് വറ്റിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. പിന്നെ കപ്പയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ലേശം ചാറ് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെക്കാം. കുടംപുളി ഇല്ലാണ്ട് എനിക്ക് വാളംപുളി ഇട്ട് മീൻകറി വെക്കുന്നത് തീരെ ഇഷ്ടമില്ല കേട്ടോ. ഞങ്ങളങ്ങനെ കൂട്ടി ശീലിച്ചിട്ടേ ഇല്ല. ചെറുപ്പം തൊട്ടേ കുടംപുളി ഇട്ട് തന്നെ മീൻകറി കൂട്ടി വാളംപുളീൻ്റെ ആ ടേസ്റ്റ് പിടിക്കുകയില്ല. അന്നേരം ഇതാ മീനിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. ചാട്ടൻ മീൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള പരിപാടികൾ ഇവർ മീൻ നന്നാക്കി വരുമ്പോഴത്തേക്ക് ഞാൻ ചെയ്ത് വെച്ചാൽ എളുപ്പമായല്ലോ എന്ന് വിചാരിച്ചു. അന്നേരം 2 മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു വലുതും ഒരു ചെറുതും. വലുത് തറ ഒരു മീഡിയം സൈസ്. അത് നമ്മളെ മാമത്തെ മാങ്ങയാണ് കേട്ടോ. ഇനി ഷീറ്റ് കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ മാമൊന്നും മാങ്ങ പറിക്കാൻ പറ്റില്ല. കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇപ്രാവശ്യം കുറവാണ് മാങ്ങ. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ മാങ്ങയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം കൊണ്ട് വളരെ കുറച്ച് തിന്ന് മതിയായി കഴിഞ്ഞല്ലോ. അതാ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, 1-ാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചാണ് എടുത്ത് 2-ാം പാലും 3-ാം പാലൊക്കെ കൂടെ ഒന്നിച്ചാണ് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചത്. അന്നേരം ഇഞ്ചിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അതിലിട്ടിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് നമ്മളെ മീൻ വറുക്കാനായിട്ടും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ചെറിയ കഷ്ണം ഉള്ളി കേട്ടോ, വലുതൊന്നല്ല, ചെറിയ കഷ്ണം ഉള്ളി, ഒരു 3 ചെറിയ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. എല്ലാവരും ഇങ്ങനെ മീൻ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ബാക്കിയുള്ള മത്തി, മൈല, കിളിമീൻ, നമ്മളെ നത്തൾ അങ്ങനത്തെ മീനുകളൊക്കെ ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കലുണ്ട്. പക്ഷേ ചൂത ആദ്യമായിട്ടാണ് വെക്കുന്നത്. ഒരു പരീക്ഷണമാണ് എന്ന് പറയാം. ആ മീനിൻ്റെ ടേസ്റ്റ് ഒരു വേറെ അല്ലേ. അന്നേരം നമ്മളിങ്ങനെ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും ഒന്നും അറിയാത്ത രീതിയിലൊരു പരീക്ഷണമായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കപ്പേൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാങ്ങേൻ്റെ പുളിയെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നല്ല രുചി ഉണ്ടായിരുന്നു. അന്നേരം എല്ലായിടത്തും നല്ല വെയിലും ചൂടൊക്കെയാണല്ലേ എല്ലാവരുടെയും. നമ്മൾ ഈ പുഴ സൈഡ് താമസിക്കുന്ന നമുക്ക് തന്നെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അന്നേരം സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താവും നമുക്ക് ഊഹിക്കാമല്ലേ. വളരെ ചൂടാണ്. എന്താ ചെയ്യാമെന്നൊന്നും അറിയില്ല. രാത്രി 10 മണിക്ക് വിളിച്ചാലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അതായത് നമ്മൾ മാങ്ങയിലേക്ക് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം എണ്ണയിലിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അന്നേരം ഒന്ന് വാടി വരും വരെ വെച്ചിട്ട് പിന്നെ ഒന്ന് വാടി വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കാശ്മീരി മുളക് പൊടി നമ്മളെ സാധാ മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് എരിവൊന്നും വലിയ ഓവറായിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ പാകത്തിനുള്ള എരിവേ ഉണ്ടാവുള്ളൂ. അന്നേരം നല്ല കളർ വന്നിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ തേങ്ങാപ്പാലും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ 1-ാം പാലല്ല, മാറ്റി വെച്ച 2-3 പാലൊക്കെ എടുത്ത് വെച്ചില്ലേ അത്. അന്നേരം തേങ്ങ അരച്ച് വെക്കുമ്പോൾ കൊഴുപ്പ് കൂടുതലല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചോ. അതാകുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അത് ഞാൻ മല്ലിപ്പൊടിയോ കാര്യങ്ങളൊന്നും മീൻ കറിയിൽ ഇട്ടിട്ടില്ല കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ പൊടിയായിട്ടിട്ടുള്ളൂ. കുരുമുളകോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല. ഒന്നാമത്തെ നല്ല ചൂടാണ്. അന്നേരം കുരുമുളകൊക്കെ കൂടെ ചെന്ന് കഴിഞ്ഞുള്ളതും നമുക്ക് പുകച്ചിൽ വരും. അതുകൊണ്ടാണ് കേട്ടോ. പനിയായിരുന്നു എല്ലാവർക്കും. ജലദോഷവും പനിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞാപ്പൂവിനെ ഇന്നലെ മെഞ്ഞാത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല, പനിയായിരുന്നു. പക്ഷേ ഓവറായിട്ട് അവൾക്ക് എന്നും വരുമ്പോൾ അത്ര സ്ട്രോങ് ആയിട്ട് വന്നില്ലെങ്കിലും ഒരു നന്നായിട്ട് പനിച്ചു. പിന്നെ അതങ്ങ് മാറി കിട്ടിയിട്ടോ. അവൾക്ക് പനി വന്ന് ഇവിടെ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയിട്ട് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അത് നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആകാൻ പറ്റില്ല. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ.
നിങ്ങൾ പണിയെടുക്കുന്നതിൻ്റെ തിരക്കിലാണെങ്കിൽ അടുക്കള പണിയെടുക്കുന്ന ചേച്ചിമാരും അമ്മമാരും അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ വീഡിയോ എവിടെയെങ്കിലും ഓണാക്കി അടുക്കള പണിയെടുക്കുമ്പോൾ വെച്ചാലും മതി കേട്ടോ. നമ്മൾ വീഡിയോ അവിടെ ഓടിക്കോളും, നിങ്ങൾ കാണുകയും ചെയ്യും, നിങ്ങളെ പണി നടക്കുകയും ചെയ്യുമല്ലോ. അതിന് മീനൊക്കെ ഇത് അച്ഛനും മക്കളും കൂടെ പോയി നന്നാക്കിയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ തലയുണ്ട് കേട്ടോ, 4 മീനിൻ്റെയും തല എടുത്തിട്ടുണ്ട്, അത് വറക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. അന്നേരം കുറച്ച് മീനും കുറച്ച് തലയും എല്ലാം കൂടെ അങ്ങോട്ട് വറുത്തെടുക്കുക, ബാക്കി കറിയും വെക്കാം. ഇവിടെ കറി വെക്കാൻ കുറച്ച് മതി, വറക്കാനാണ് കേട്ടോ എല്ലാവർക്കും തോനെ വേണ്ടത്. വറുത്ത മീൻ എല്ലാവർക്കും ഇഷ്ടം. കുഞ്ഞാപ്പൂ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കൈയിട്ട് ഇളക്കുന്നുണ്ട്. അതായത് അവളെ ഞാൻ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട്. ആരും പേടിയില്ലാത്തതുകൊണ്ട് പെണ്ണ് ഭയങ്കര കുരുത്തക്കേടാ കേട്ടോ. 3 വയസ്സാവാനായതുകൊണ്ട് ഒന്ന് ഭയങ്കര വികൃതി എന്ന് പറഞ്ഞാൽ വികൃതിക്ക് കൈയും കാലും വെച്ചതെന്ന് പറയാം കേട്ടോ. വായിൽ വരുന്നതൊക്കെ വിളിച്ചും പറയും. ഭയങ്കര കുരുത്തക്കേടാണ്, എത്ര പറഞ്ഞാലും കേൾക്കില്ല. അന്നേരം ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ വറക്കാനുള്ള മീൻ അതിലിട്ട് കുഴച്ച് മാറ്റി വെക്കുക കേട്ടോ. കരിവേപ്പിലിട്ടിട്ട് ഒരു ചാണ്ട മീൻ മുള്ളൊക്കെ മാറ്റി നല്ല ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ മുറിച്ചുകൊണ്ടേ. മുള്ളില്ലാതെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര പ്രശ്നമല്ലേ. ഇവർക്കൂടെ മീൻ തന്നെ ഭയങ്കര പേടിയാണ്. പൊന്നൂസിന് അവൾക്ക് പൊരിച്ച മീനൊക്കെ കഴിക്കാൻ ഭയങ്കര പേടിയാണ്, മുള്ളിൻ്റെ പ്രശ്നം. ഹരിതാകുമ്പോൾ മുള്ളിൻ്റെ പ്രശ്നമില്ലല്ലോ. അന്നേരം ഇതൊക്കെ ഒന്ന് പെനക്കി മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും അതവിടെ നിന്ന് സെറ്റായിക്കോളും നമ്മളെ മീൻ കറി ആകുമ്പോഴത്തേക്കും. പിന്നെ അത് വേഗം പൊരിച്ചെടുത്താൽ മതിയല്ലോ. അന്നേരം ഞാനിത് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ കുഞ്ഞാപ്പൂ ഉറങ്ങിയിരുന്നു. ഇതാ കുഞ്ഞാപ്പൂ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാപ്പൂ വന്ന് ഇതാണ് കുഞ്ഞാപ്പൂൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുഞ്ഞാപ്പൂ കീ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം എല്ലായിടത്തും മഴ ഇടക്കും തലക്കൊക്കെ ഓരോ മഴ എല്ലായിടത്തും പെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. നമുക്കും ഇടക്കും തലക്കൊക്കെ നല്ല സ്ട്രോങ്ങിൽ മഴ വരുന്നുണ്ട്, ഇടക്ക് നല്ല പെരും ചൂടുമാണ് കേട്ടോ. അന്നേരം നമ്മൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മീനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് എടുത്ത് വാങ്ങാൻ നേരത്ത്, കറി വാങ്ങി വെക്കാൻ നേരത്ത് ലാസ്റ്റ് നമ്മളെടുത്ത് വെച്ചാൽ 1-ാം പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി. അന്നേരം നമ്മൾ വിചാരിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അന്നേരം വെച്ചിട്ടില്ലാത്തവർ ഒന്ന് പരീക്ഷിച്ച് നോക്കണം, ടേസ്റ്റ് ഉണ്ട്. ചോറിൻ്റെ കൂടെയും കപ്പേൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അയ്യോ, എനിക്ക് വല്ലാണ്ട് ശ്വാസം മുട്ടുന്നു വർത്തമാനം പറയുമ്പോൾ. അന്നേരം നമ്മളെ മീൻ കറി റെഡി ആയിട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കപ്പയും പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മഞ്ഞപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല, വെറുതെ തന്നെ വേവിച്ച് കടുക് പൊട്ടിച്ച് നന്നായിട്ട് ഉടച്ചെടുത്താണ് കേട്ടോ. മീനും വറുത്ത് വെച്ചു. അതിന് ഉച്ചക്കും വൈകുന്നേരമൊക്കെ എല്ലാവരും കപ്പയാണ് കേട്ടോ കഴിച്ചു. അന്നേരം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കാണുക. ഓക്കേ.